എന്തായാലും അത്യാവശ്യം ചില സ്ഥലങ്ങളിൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് സ്കൂൾ ഓർമ്മകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ടി വരും. പണ്ടൊക്കെ മിക്കവാറും പേരുടെ വീടിനടുത്തായിരിക്കും പലപ്പോഴും സ്കൂളുകൾ. കുറച്ച് ദൂരമൊക്കെ നടന്നു പോയാൽ മതിയല്ലോ. ഇപ്പോഴത്തെ പോലെ സ്കൂൾ ബസ്സോ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ ഒപ്പം കാറിലേ പോകത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പൊ സമീപത്തെ സ്കൂളിലേക്ക് ആവുമ്പോൾ സംശയിക്കേണ്ട, വഴിനീളെ ചുമന്ന മഴവെള്ളം, അതായത് ചെമ്മൺ പാതകളിലൂടെ ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കിടക്കുന്ന മഴവെള്ളം അതിങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് എല്ലാരും പോകും. അതിനിടയിലാണ് ഈ പറഞ്ഞ പോലെ ആദ്യ സമാഗമക്കാരുടെ കരച്ചിലും ലഹളയും കൂട്ടുനിലവിളിയും. സമ്മർദ്ദങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പുതിയ സാരി ഉടുത്ത ഹെഡ് മിസ്റ്റേഴ്സും ടീച്ചർമാരും രാവിലെ തന്നെ ദേവാലയങ്ങളിലൊക്കെ പോയി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ്, കാരണം ഒരു യുദ്ധം തുടങ്ങുകയാണല്ലോ. അതെ, അടുത്ത യുദ്ധം. എന്തായാലും ആ ഒരു യുദ്ധം വരാനിരിക്കുന്നേ ഉള്ളൂ, നമുക്ക് കാത്തിരിക്കാം. കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ നാലപ്പാട്ട് തറവാട്ട് എന്ന മലയാളത്തിന്റെ നന്ദ്യാർവട്ടപ്പൂ വിരിയുന്ന ഒരു പൂമുറ്റത്തിന്റെ കഥ മനോഹരമായി നമുക്ക് പറഞ്ഞു തന്ന, നമ്മളെ വിസ്മയിപ്പിച്ച ഒരാളുടെ വേർപാട്, അതും അപ്രതീക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹലോ ജോ യാലുക്കാസും ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് ആ ഒരു വേർപാടിൽ. യശോദ മുരളി അവണൂരിൽ നിന്നും എഴുതിയിരിക്കുന്നു, ആ നക്ഷത്രം പൊലിഞ്ഞു. മെയ് മാസം 7-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ആ വേർപാട് സംഭവിച്ചത്. ഏതാണ്ട് രാവിലെ 6:45 കഴിഞ്ഞതേയുള്ളൂ. അതാ വരുന്നു ഫോണിലൂടെ ഒരു ദുഃഖവാർത്ത. VS മൂൺ ചേട്ടനാണ്. ടീച്ചറെ, പ്രാദേശിക വാർത്ത വല്ലതും കേട്ടോ? ടീച്ചറുടെ നാട്ടുകാരനായ അശോകൻ നാലപ്പാട്ട് മരിച്ചുത്രേ. റേഡിയോ വെക്കാൻ വൈകിയിരുന്നു അന്ന്. ഓടിപ്പോയി പത്രമെടുത്ത് നിവർത്തി. അതാ ശാന്തവും അതേസമയം ഗംഭീരവുമായ പ്രൗഢമായ ആ മുഖം. അതെ, അശോകേട്ടൻ തന്നെയാണത്. ഏട്ടനെന്ന് വെറുതെ എഴുതി എന്ന് മാത്രം. അവരെയൊന്നും ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചിട്ടൊന്നുമില്ല. മുന്നിൽപ്പെട്ടാൽ ബഹുമാനത്തോടെ പുഞ്ചിരിക്കും, അത്രമാത്രം. തളർച്ചയോടെയാണ് വാർത്ത വായിച്ചത്. മനസ്സ് കുറച്ചു ദിവസം പിന്നിലേക്ക് പെട്ടെന്ന് ഓടിപ്പോയി. 2019 ഏപ്രിൽ മാസം 22-ാം തീയതി. അന്ന് ഹലോ ജോയാലുക്കാസിലൂടെ ഉൾപ്പുളകത്തോടെ കേട്ട ആ കത്ത് അതേതാണ് എന്നല്ലേ? പൊന്നിയൂർക്കുളത്തെ അശോകൻ നാലപ്പാട്ടിന്റെ കുടുംബചരിത്രം വിവരിച്ച ആ കത്ത് തന്നെ. അതിൽ എന്നെയും എന്റെ കത്തിനെയും എടുത്തു പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞുപോയി. കാരണം ഒരേ നാട്ടുകാരാണെങ്കിലും എന്നെയൊന്നും അശോകേട്ടന് വലിയ പരിചയം കാണില്ല. എന്റെ ഏട്ടന്മാരെയൊക്കെ അറിയാമെങ്കിലും അതങ്ങനെയാണ്. വളരെ തിരക്കിലും ഉന്നതങ്ങളിലുമായിരുന്നിട്ടും എന്നെ പോലുള്ളവരുടെ രചനകൾ ശ്രദ്ധിച്ചതിൽ അഭിമാനം തോന്നി. കത്ത് കേട്ട ശേഷം കുന്നത്തൂരിലെ ഗംഗൂട്ടി വിളിച്ചു പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നും കത്ത് കേൾക്കാൻ സാധ്യതയില്ല എന്നുമൊക്കെയാണ് പറഞ്ഞത്. അസുഖമുള്ളയാളല്ലേ, എന്തായാലും ശരി, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അസുഖം മാറി തിരിച്ചു വന്നാൽ എന്തായാലും നേരിട്ട് കണ്ട് നന്ദി പറയാനും മനസ്സിൽ വിചാരിച്ചു. പക്ഷേ വിധി മറ്റൊന്നായി. 12 മണിയോടെ ഞാനും ഭർത്താവും തെണ്ടിയത്തെ വീട്ടിലെത്തി. പഴയ തറവാട് കുന്നത്തൂർമന എന്ന ആയുർവേദ ആശുപത്രിയാക്കിയ ശേഷം ഞാൻ ആ വഴിയൊന്നും പോയിട്ടില്ല. അടുത്ത് തന്നെ പുതിയൊരു വീടുണ്ടാക്കി അതിലായിരുന്നു അദ്ദേഹവും കുടുംബവും താമസിച്ചിരുന്നത്. അസുഖം രൂപമാറ്റം നടത്തിയ അശോകേട്ടന്റെ ചലനമറ്റുള്ള ആ കിടപ്പ്, മുഖം നിറയെ ചിരിയുമായി മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ചിരിക്കുമ്പോൾ കണ്ണുകൾ ഒരു നേർത്ത വര പോലെ ഇറുകും. തിരിച്ചിറങ്ങി പഴയ തറവാടിന്റെ മുറ്റത്ത് അല്പനേരം നിന്നു. എത്രയോ കഥകളും അനുഭവങ്ങളും കാഴ്ചകളും നിറഞ്ഞ ആ വീടും പരിസരവും കാണവേ മനസ്സിലൂടെ ഒരുപാട് ചിത്രങ്ങൾ മിന്നിമാഞ്ഞു. ചെറുപ്പത്തിൽ അവരുടെ തിയേറ്ററായ ജുപ്പിറ്റർ ടാക്കീസിലേക്ക് എളുപ്പവഴിയായ ആ പറമ്പിലൂടെ ഓടിയത്, രാമരാജയിൽ പഠിക്കുമ്പോൾ ഡാൻസ് പഠിക്കാൻ ആ തറവാടിന്റെ അകത്തളത്തിൽ കയറിയത്, അതെല്ലാം അന്നെനിക്കും എന്റെ കൂട്ടുകാരി ലതയ്ക്കും പിന്നെ മറ്റു ചില കൂട്ടുകാരികൾക്കുമൊക്കെ ഡാൻസ് പഠിപ്പിച്ചിരുന്നത് അശോകേട്ടന്റെ ചേച്ചിയായ സുധ ചേച്ചിയായിരുന്നു. അത് ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ എന്ന ഗാനമായിരുന്നു ഡാൻസിന്റെ പാട്ട്. അതിലെ വരികൾ പോലെ മാനവത്വം എന്ന ഒരേ മതം, സാഹോദര്യം എന്നൊരു ജാതി, അതായിരുന്നു ആ കുടുംബത്തിലും ഉണ്ടായിരുന്നത്. ഉമ്മറത്ത് അപ്പുണ്ണി തമ്പുരാൻ, അതായത് ഞങ്ങൾ നാട്ടുകാർ അശോകേട്ടന്റെ അച്ഛൻ KG കരുണാകരമേനോനെ വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കെ സംസാരിക്കുന്നുണ്ടാകും. നിറയെ കേൾവിക്കാരും കൂടെ ഉണ്ടാകും. അദ്ദേഹം ചിരിക്കുമ്പോൾ മുഖം കൊച്ചു കുട്ടികളുടേതുപോലെ തോന്നുമായിരുന്നു. ഉമ്മറത്തെണ്ണയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മിണി തമ്പുരാട്ടി പുസ്തകം വായിച്ചിരിക്കും. നന്നേ വെളുവെളുത്ത അവരുടെ മുഖത്തും കഴുത്തിലും ധാരാളം കാക്കപ്പുള്ളിലുണ്ടായിരുന്നു. വെള്ള ഖദർ വസ്ത്രവും രുദ്രാക്ഷമാലയുമിട്ട അവരെ കണ്ടാൽ കൈകൾ അറിയാതെ കൂപ്പിപ്പോകുമായിരുന്നു. അത്രയും തേജസ്സായിരുന്നു ആ മുഖത്ത്. ആ വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ചെറുതായി കെട്ടിയുണ്ടാക്കിയ കെട്ടിടമായിരുന്നു ആ നാട്ടിലെ ബാലവാടി, ഇന്നത്തെ അങ്കണവാടി എന്ന് പറയും. അവിടുത്തെ ഡ്രൈവറും ആശ്രിതനുമായ ശങ്കരൻ എന്നയാളുടെ മകളായ പങ്കജ ചേച്ചിയായിരുന്നു ടീച്ചർ. ഈ ശങ്കരൻ എന്ന് പറഞ്ഞാൽ നമ്മളെ വിളിക്കാറുണ്ട് കേട്ടോ. അത് ശരി. അപ്പൊ അദ്ദേഹത്തിന്റെ മകള്
പങ്കജ ചേച്ചിയായിരുന്നു അത്ര ടീച്ചർ. ഞാൻ എന്റെ ഓപ്പന്മാരുടെ കുട്ടികളെ അവിടെ കൊണ്ടുചെന്നാക്കാൻ പോകുമായിരുന്നു. എന്തായാലും ആശ്രിതരുടെ ഒരു കൂട്ടം തന്നെ എപ്പോഴും അവിടെ ഉണ്ടാകും. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇത്ര വലിയ തറവാടും മറ്റും ഉണ്ടായിരുന്നിട്ടും അതിന് ഒരു മതിലോ ഗേറ്റോ ഇല്ലായിരുന്നു എന്നതാണ്. ആർക്കും ഏതു വഴിയിലും കൂടിയും ആ മുറ്റത്ത് ഏതു നേരത്തും വരാമായിരുന്നു. എല്ലാം വെറും പഴം കഥകളായിരിക്കുന്നു. കുറച്ചു നേരം കൊണ്ട് ഒരുപാട് ഓർത്ത് ആ മുറ്റത്ത് അങ്ങനെ അങ്ങോട്ട് നിന്നു. ആകാശം കാണാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി മരങ്ങളാൽ ഹരിതാഭമായിരുന്നു ആ തറവാട്ടിന്റെ മനോഹരമായ ആകാശ കാഴ്ചകൾ. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഫലവൃക്ഷങ്ങളും ധാരാളം കായ്കനികളും വല്ലപ്പോഴും താഴെ വീഴുന്ന മാങ്ങയും ഒക്കെ തന്നെ ഓരോരോ ചുവടുകളിലും ഓരോരോ പാദം വെക്കുമ്പോഴും ഉള്ളിലേക്ക് ഓർമ്മകളായി ആഴ്ന്നിറങ്ങി. അതെ, ഇത് എഴുതിയവര് ഞെട്ടും കേട്ടോ. യശോദേച്ചി ആയിരിക്കും, ഇത് ഞാൻ അതിൽ എഴുതിയിട്ടില്ലല്ലോ, ഇതാണ് പറയുന്നത് നമ്മൾ കയ്യിന്നിടുകയാണ്. ആ ചേച്ചി ഇടയ്ക്ക് കയറി ഇത് പറഞ്ഞപ്പോ ഞാനങ്ങ് ചിരിച്ചു പോയെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അത്ര കണ്ട് ഹൃദയസ്പൃക്കായി ഒരു തറവാടിന്റെ മനോഹരമായ ചിത്രം തരുമ്പോ നമ്മൾ കുറച്ച് അതിലിടും. മാത്രമല്ല മതിലുകളില്ലാത്ത, ഇപ്പോഴും ഒരു ഗേറ്റ് പോലും ഇല്ലാത്ത, ഏത് സമയത്തും ആർക്കും ഏത് വഴിയും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ ഊഹിക്കാം എത്ര കണ്ട് മൈത്രി നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ വൃക്ഷലതാദികൾക്ക് വരെ ആ ചെങ്ങാത്തത്തിന്റെ കഥ ഓരോരോ കാലം എല്ലാം പറയാനുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൈ നീട്ടു നോക്കിയത്. അതെ, എനിക്ക് മനസ്സിലായി. കത്ത് തുടർന്ന് വായിക്കാം. ഒരു പക്ഷേ അശോകേട്ടൻ അവസാനമായി എഴുതിയതാകാം നിങ്ങൾക്ക് അയച്ച ആ കത്ത്. അത് അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചോ ആവോ. എന്തായാലും ജീവിതത്തിലെ എല്ലാ തിരക്കുകളും ഉത്തരവാദിത്തങ്ങളും ബാക്കി വെച്ച് അശോകൻ നാലപ്പാട്ട് എന്ന കുന്നത്തൂർക്കാരുടെ അശോകൻ കുട്ടി യാത്രയായി. അദ്ദേഹത്തിന് നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. ഈ കത്ത് ആദരാഞ്ജലിയായി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം, യശോദ മുരളി, അവണൂർ. യശോദേച്ചി ഈ പറഞ്ഞതുപോലെ അശോകേട്ടന്റെ അവസാനമായിട്ടുള്ള ഒരു എഴുത്ത് ഹലോ ജോയാലൂക്കാസിനായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ആ ഒരു കത്തിന്റെ ഓഡിയോ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കേൾപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ചാരിതാർത്ഥ്യമുള്ള കാര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് അത്രയും വിപുലമായിട്ട് പൊതുജനങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ആ ഒരു കത്തിലൂടെ തന്നെയായിരുന്നു. പ്രശസ്തരായവരുടെ കാര്യം മാത്രമേ സാധാരണക്കാർക്ക് അറിയാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അശോകേട്ടന്റെ കത്തിലൂടെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചത്. എന്ത് തന്നെയായാലും ദൈവം ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർത്തിട്ടാണ് ഈ ലോകത്ത് നിന്നും യാത്രയായത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അല്ലെ? കണ്ടങ്ങിരിക്കും ജനങ്ങളെ എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. അതെ, എന്തായാലും ശരി, അങ്ങനൊരു വേർപാടുണ്ടാക്കുന്ന വേദന ചെറുതല്ല. ഒരു തറവാട്ടിനും അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാട് ഏത് സമയത്തും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ കൂടി ആശിച്ച് പറഞ്ഞ പോലെ ഞങ്ങളുടെയും കൂപ്പുകൈ. മൗനത്തിൻ കച്ച പുതച്ചു നീ സാന്ദ്രമാ മൗനത്തിൻ കച്ച പുതച്ചു നീ ശാന്തമായന്ത്യമാം ശയ്യ പുൽകി മറ്റൊരാത്മാവിൻ ആരുമറിയാത്ത ദുഃഖമീ മഞ്ചത്തിൽ പൂക്കളായി സാന്ദ്രമാ മൗനത്തിൻ കച്ച പുതച്ചു നീ.
അത്രമേൽ സ്നേഹിച്ചൊരാത്മാക്കൾ തൻ ദീനഗതം പിന്തുടരുമ്പോൾ, അത്രമേൽ സ്നേഹിച്ചൊരാത്മാക്കൾ തൻ ദീനഗതം പിന്തുടരുമ്പോൾ, നിന്നെ പൊതിയുമാ പൂകളോടൊപ്പം, നിന്നെ പൊതിയുമാ പൂകളോടൊപ്പം എങ്ങനെ ശാന്തമായി നീ ഉറങ്ങും. വാടക വീടുമായേതു ജന്മാന്തര വാസന ബന്ധങ്ങളെന്നോ, വാടക വീടുമായേതു ജന്മാന്തര വാസന ബന്ധങ്ങളെന്നോ, ബന്ധങ്ങളെത്തിയ ഭാരമിറക്കാതെ, ബന്ധങ്ങളെത്തിയ ഭാരമിറക്കാതെ എങ്ങനെ ശാന്തമായി നീ